ഹായ് എവറി വൺ. KTU-S2 മാത്സിൻ്റെ 2024 സ്കീമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമുകളിൽ ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് ലീനിയർ ഡിപ്പെൻഡൻസി ആൻഡ് ഇൻഡിപെൻഡൻസി. അപ്പോൾ ലീനിയർ ഡിപ്പെൻഡൻസി ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യാനുള്ള ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ഈ എക്സാമിനും പ്രതീക്ഷിക്കാം. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Determine whether the vectors v1 equal to 1, 2, 3, v2 equal to 2, 4, 6 and v3 equal to 1, 1, 1 are linearly independent or not. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം, തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പാകത്തിന് കോൺസ്റ്റന്റ് വാല്യൂസിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം അല്ലേ. അതായത് C1v1 പ്ലസ് C2v2 പ്ലസ് C3v3 ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ ഉപയോഗിച്ച്. അത്തരത്തിലുള്ള C1, C2, C3കൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം. അതാണ് കണ്ടീഷൻ. നമുക്ക് C1, C2, C3കൾ 0 ആയിട്ട് മാത്രമാണ് കിട്ടുകയെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് C1, C2, C3ക്ക് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് C1, C2, C3 വാല്യൂസ് 0 ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതർവൈസ് C1, C2, C3 വാല്യൂസ് നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ C1 ഇൻറ്റു V1, V2, V3കൾക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1 ഇൻറ്റു 2 1, 2, 3 പ്ലസ് C2 ഇൻറ്റു 2, 4, 6 പ്ലസ് C3 ഇൻറ്റു 1, 1, 1 ഈക്വൽ ടു 0. ഓക്കെ, അതിന് 0, 0, 0 എന്ന് എഴുതാം. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്താൽ C1 then 2C1 3C1 പ്ലസ് 2C2 4C2 and 6C2 പ്ലസ് C3 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 ഈക്വൽ ടു 0, 0, 0. കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക. അതായത് ഫസ്റ്റ് പൊസിഷനിലുള്ള മെമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുക, സെക്കൻഡ് പൊസിഷൻ തമ്മിൽ ആഡ് ചെയ്യുക, തേർഡ് പൊസിഷൻ തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് C1 പ്ലസ് 2C2 പ്ലസ് C3 ഫസ്റ്റ് കോർഡിനേറ്റ് വരും. ദെൻ 2C1 പ്ലസ് 4C2 പ്ലസ് C3 സെക്കൻഡ് കോർഡിനേറ്റ്. ദെൻ 3C1 പ്ലസ് 6C2 പ്ലസ് C3 അതായത് തേർഡ് കോർഡിനേറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0, 0, 0. അപ്പോൾ ഈ മൂന്ന് ടേംസും അതായത് മൂന്ന് കോർഡിനേറ്റുകളും 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് 3 ഇക്വേഷൻസ് ആയിരിക്കും കിട്ടുക. സോ ഫസ്റ്റ് ഇക്വേഷൻ വിൽ ബി C1 പ്ലസ് 2C2 പ്ലസ് C3 ഈക്വൽ ടു 0. That is the first equation. Then second equation will be 2C1 plus 4C2 plus C3 equal to 0. That is the second equation. And the third equation will be 3C1 plus 6C2 plus C3 equal to 0. That is the third equation. Okay. സോ ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടും. ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് C1, C2, C3 വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനെ മെട്രിക്സ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. മെട്രിക്സ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂസ് വരുന്നത് 1, 2, 1. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 1, 2, 1 ആയിരിക്കും. 1, 2, 1. സെക്കൻഡ് റോ വിൽ ബി 2, 4, 1. 2, 4, 1. തേർഡ് റോ വിൽ ബി 3, 6, 1. 3, 6, 1. റൈറ്റ് ഹാൻഡ് സൈഡിലെല്ലാം 0 ആണ്. അപ്പോൾ റൈറ്റിൽ നമുക്ക് 0 കൂടെ അറ്റാച്ച് ചെയ്ത് എഴുതണം. അപ്പോൾ ഓഗ്മെന്റഡ് മെട്രിക്സ് കിട്ടി. ഇതിനെ നമുക്ക് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്, താഴത്തേക്കെല്ലാം 0 ആക്കി മാറ്റണം. അതിനുവേണ്ടി ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കണം. R2 ഇംപ്ലൈസ് R2 മൈനസ് 2R1. ഓക്കെ, ദെൻ സെക്കൻഡ് എലമെന്റ് അതായത് ഈ 3 എന്ന് പറയുന്ന എലമെന്റിനെ 0 ആക്കണം. അതിന് കൊടുക്കേണ്ട ഓപ്പറേഷൻ R3 ഇംപ്ലൈസ് R3 മൈനസ് 3R1. ഓക്കെ, ദെൻ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ 1, 2, 1, 0. സെക്കൻഡ് റോയിനെ 0 ആക്കാം. അതായത് ഈ 2നെ നമുക്ക് 0 ആക്കി മാറ്റണം. അപ്പോൾ 2 മൈനസ് 2 ഇവിടെ 0 വരും. ദെൻ 4 മൈനസ് 4 ഇവിടെയും 0 വരും. Then 1 minus 2. 1 minus 2 is minus 1. Then 0 minus 0. That is 0. Third row will be R3 minus 3R1 ആണ്. അത് കൊടുക്കുമ്പോൾ 3 minus 3, 0. Then next term 6 minus 3 minus 3. That is 0 again. Then 1 minus 3. 1 minus 3 is minus 2. And the last term is 0 minus 0. That is 0. Okay. ഇനി നിങ്ങൾ പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേക്കും നോക്കിയേ, ഫസ്റ്റ് സെക്കൻഡ് റോയും തേർഡ് റോയും നിങ്ങൾ കൺസിഡർ ചെയ്താൽ സെക്കൻഡ് റോയിൻ്റെ ഒരു മൾട്ടിപ്ലൈ ആയിട്ടാണ് തേർഡ് റോ വരുന്നത് അല്ലേ. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തേർഡ് റോ കിട്ടും. അവിടെ നിന്ന് വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് 2 റോസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരും. ഈ 2 റോസ് ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് ഒന്ന് മറ്റേതിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വരിക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരില്ല. അവിടെ നിന്ന് തന്നെ നമുക്ക് റിസൾട്ട് എഴുതാം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം റോസ് തമ്മിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നൗ അടുത്ത ഓപ്പറേഷൻ ഞാൻ കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ
ഫസ്റ്റ് റോ നോൺ സീറോ എലമെന്റ് 1 താഴത്തേക്ക് 0. ദെൻ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇവിടെ 0 ആയിപ്പോയി. ദെൻ ഇവിടെ -1 ആണ്, അതിന് ഞാൻ ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ +1 ആയിക്കോളും. സോ അതിന് വേണ്ടി ഇങ്ങനെ എഴുതാം, R2 implies minus of R2. Then 1 2 1 0 0 0 1 0. തേർഡ് റോയെ ഞാൻ അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. R2 implies minus R2. R3 implies minus R3. That is 0 0 2 0. അതിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, നെഗറ്റീവ് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴത്തേക്ക് 0. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് നമുക്കിവിടെ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇവിടെ വരിക അല്ലേ. ദെൻ 1ന് താഴത്തേക്ക് ഇതിന് 0 ആക്കണം. അപ്പോൾ 2നെ 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റോ ഓപ്പറേഷൻ കൊടുക്കുക. റോ ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ R3 implies R3 മൈനസ് ഏത് വെച്ച് ചെയ്യണം, R2 ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ 2R1, that is 1 2 1 0. സെക്കൻഡ് റോ അങ്ങനെ തന്നെ 0 0 1 0. തേർഡ് റോയിൽ എങ്ങനെ വരും, ഇത് 0 വരും, ഈ ടേമും 0 വരും, കാരണം തൊട്ട് മുകളിൽ 2 വാല്യൂ 0 ആണ്. ദെൻ മൂന്നാമത്തെ ടേം എങ്ങനെ വരും, 2 മൈനസ് 2 അല്ലെ, 2 മൈനസ് 2 0. അത് നമ്മൾ 0 ആക്കാനുള്ള ഓപ്പറേഷനാണ് ചെയ്തത്. ലാസ്റ്റ് ടേമും അതുപോലെ തന്നെ 0 വരും. അപ്പോൾ ലാസ്റ്റ് ഒരു റോ മൊത്തം എന്തായിപ്പോയി, 0 റോ ആയിപ്പോയി അല്ലേ. ലാസ്റ്റ് മൊത്തം 0 റോ ആയിപ്പോയി. ഇനി നോക്കിക്കേ, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 താഴത്തേക്ക് 0. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴത്തേക്ക് 0. ലാസ്റ്റ് റോ മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ മെത്തേഡ് അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്, ഷോർട്ട് കട്ട് ഒന്നല്ല. മെത്തേഡ് അനുസരിച്ച് തന്നെ 8 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുമ്പോൾ, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുമ്പോൾ ചെയ്യുന്ന രീതി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ലാസ്റ്റ് റോ മൊത്തം 0 ആയിപ്പോയി. അവിടെ നിന്ന് നമുക്ക് ഇക്വേഷനൊന്നും ചെയ്യാനില്ല. സെക്കൻഡ് റോയിൽ നമുക്ക് ഇവിടെ C1 C2 C3, C3യുടെ പ്ലേസിലാണ് 1 ഉള്ളത്. അപ്പോൾ 1 × C3 C3. സോ C3 = 0 എന്ന് എഴുതാം. ദെൻ ഫസ്റ്റ് റോയിൽ നിന്ന് C1ന്റെ പ്ലേസിൽ 1, C2ന് 2, C3ക്ക് 1 അല്ലേ. ആ പ്ലേസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് അതാണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 1 × C1 C1 പ്ലസ് 2 × C2 2C2 പ്ലസ് 1 × C3 C3. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നൗ നമുക്ക് പറഞ്ഞിരുന്ന എന്താ, ഈ C3യുടെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും, C1 പ്ലസ് 2 C2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് C1 = -2 C2 എന്ന് വരും. ദാറ്റ് ഈസ് എന്താ ഇപ്പോൾ കിട്ടിയ, C1 ഈസ് -2 ടൈംസ് C2 എന്നുള്ള ഫോമിലാണ് കിട്ടുന്നത് അല്ലേ. ഞാൻ C2ന് എന്ത് വാല്യൂ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് C1ന് വാല്യൂ, അതായത് C1 C2 ഡിപ്പെൻഡന്റ് വാല്യൂസ് ആയിട്ടാണ് നമുക്ക് വരും. C1 = -2 C2 എന്ന് എഴുതാം. ദെൻ C2ന് ഏത് റിയൽ നമ്പർ വാല്യൂ വേണേൽ വരാം. C3 = 0 ആണ്. C2 ക്യാൻ ബി എനി റിയൽ നമ്പർ. അപ്പോൾ C2 എന്താണോ അതനുസരിച്ച് C1ന്റെ വാല്യൂ -2 ടൈംസ് ആയിട്ട് വരും. അപ്പോൾ എല്ലാം സീറോസ് വരുവാണെങ്കിലാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുക. അതായത് C1 C2 C3 വാല്യൂസ് 0 വരുവാണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്ത് C1ഉം C2ഉം C3യും എല്ലാ വാല്യൂസും 0 വരുവാണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് വാല്യൂസ് നമുക്ക് ഇതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ലീനിയർലി ഡിപെൻഡന്റ് ആണ്. സോ we can say the given set of vectors are linearly dependent. ഈ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ മനസ്സിലായതാണ്, ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ് ഉള്ളത്. കാരണം ഇവിടെ സെക്കൻഡ് റോയും തേർഡ് റോയും കൺസിഡർ ചെയ്യുവാണെങ്കിൽ തേർഡ് റോ എന്ന് പറയുന്നത് സെക്കൻഡ് റോയിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് അവിടെ നിന്ന് വെച്ച് തന്നെ നമുക്കിത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ് കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് 8 മാർക്ക് ക്വസ്റ്റൻ ആകുമ്പോൾ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യണം. ഇങ്ങനെ ലീനിയർലി ഡിപ്പെൻഡൻസിന്റെ കണ്ടീഷൻ വരെ സാറ്റിസ്ഫൈ ചെയ്യണം, റീസൺ വരെ പറഞ്ഞ് എഴുതിയിട്ട് വേണം പ്രോബ്ലം നിർത്താൻ. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മുടെ എക്സാംസിൽ മസ്റ്റായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.